ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കടൽ തീരത്ത് നിന്നും കുറച്ചു മുൻപ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഏകദേശം പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ മിസ്സിംഗ് കേസുമായിട്ട് യോജിക്കുന്നുണ്ട്. ഇത് അതൊന്നും ആയിരിക്കില്ല. ഞാൻ വരാം സർ. പെട്ടെന്ന് വരണം, ഞാനങ്ങോട്ട് പോവാ. ശരി സർ. ജഗ, എസ് ആണോ? എന്താ പറഞ്ഞേ? അത് പിന്നെ എന്നോട് അങ്ങോട്ടൊന്ന് പോവാൻ. നമ്മള് പരാതി റിട്ടേണായിട്ട് കൊടുത്തില്ലല്ലോ, അതായിരിക്കും. ഞാനൊന്ന് പോയിട്ട് വരാം. ജഗൻ എന്തോ ഒളിക്കുക. അച്ഛനും അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്നല്ല അയാള് പറഞ്ഞത്. എന്താ ജഗ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ. ജഗന്റെ മുഖം കണ്ടാൽ അറിയാം അവിടെ എന്തോ ആപത്ത് നടന്നിട്ടുണ്ടെന്ന്. ജഗ, അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. എന്റെ അച്ഛനും അമ്മയും ജീവനോട് ഉണ്ടെന്നെങ്കിലും എനിക്കറിയണം. ജഗ, ഒന്നും ഒളിക്കരുത് പ്ലീസ്. പറ. ഈശ്വര, ഒന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ കുറച്ച് കരച്ചലും വിളിയും. ഓ, ജഗനെ ഒന്ന് കാണണമെന്നല്ലേ അയാൾ പറഞ്ഞുള്ളൂ. ജഗൻ വേഗം പോയി കാണാൻ നോക്ക്, ഞാനും വരാം. വേണ്ട, ഇനി ഒരു സേവനവും വേണ്ട. സൽസ്വഭാവിയായ മൂത്ത മകൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്ത മഹത്തായ സേവനങ്ങൾ കൊണ്ടൊക്കെ തൃപ്തിയായി. ഇനി ഒന്നിനും മെനക്കെടണമെന്നില്ല. അച്ഛനും അമ്മയും പങ്കുവെച്ച് അമ്മയുടെ അന്നത്തിനുള്ള പണം കൂടി ലാഭത്തിന്റെ പെട്ടിയിലാക്കിയില്ലേ? എന്നിട്ടും ആ പാവങ്ങളെ ഒരു അന്ത്യസമാധാനത്തോടെ കണ്ണടക്കി സമ്മതിച്ചിട്ടുണ്ടോ? അവര് പെരുവഴിയിലേക്ക് എറിഞ്ഞു കൊടുത്തത് വയസ്സുകാലത്ത് അവർക്ക് തണലാവേണ്ട മൂത്ത മകനായ നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് എന്തിനാ എസ് ഐ കാണാൻ വരുന്നത്? അച്ഛനെ അമ്മയെ കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിന് തന്നെ അവരെ തുരത്താനുള്ള കുതന്ത്രമായിട്ടാണോ? അങ്ങനെ മതി. പഴി ചാരാനുള്ള സമയമല്ലത്. നിനക്ക് വേണമെങ്കിൽ വരാം. ഞാനും വരാം. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറാം. ശരി. മാനത്തെ കൊട്ടാ